അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിൽ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് മുഴുവനും അല്ലാഹു ഖൈറും ബറക്കത്തും നിഅമത്തും ഏറ്റിയേറ്റി നൽകട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റി അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മുറാദുകൾ അല്ലാഹു പ്രത്യേകം ഹാസിലാക്കട്ടെ. നമ്മുടെ അൻവാർ ഫജറിന്റെ കുടുംബത്തിലും ഈ മജ്ലിസിന്റെ കുടുംബത്തിലും പങ്കാളിയാകുന്ന എല്ലാവർക്കും അല്ലാഹു പ്രത്യേകം ഖൈർ നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, മഹല്ലത്തുകാർ, പരിചയമുള്ളവർ, ഇല്ലാത്തവർ, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു ഖബർ ജീവിതം, ബർസഖ് ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ വളരെ പോരിശയുള്ളതാണ്, പരിശുദ്ധമാണ്. ഒരു നന്മയ്ക്ക് ഒരുപാട് കൂലി അല്ലാഹു വാരിക്കോരി നൽകുന്നതാണ് എന്ന് പറഞ്ഞ ദുൽഖഅദ് മാസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ രാവ് തിങ്കളാഴ്ച രാവാണ്. എമ്പാടും പ്രത്യേകതയാണ്. നമ്മുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഉമ്മമാരോട് പ്രത്യേകം പറയണ്ട, എത്രയോ മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള രാവാണ് ഇന്നത്തെ തിങ്കളാഴ്ച രാവ്. ഇന്നത്തെ തിങ്കളാഴ്ച രാവിൽ ദിക്ർ സ്വലാത്തിനൊക്കെ വല്ലാത്ത പോരിശയാണ്, ദുആക്ക് വലിയ ഇജാബത്താണ്. അപ്പോൾ കുറച്ചു നേരം ദിക്ർ ദുആകൾ നമ്മൾ നടത്താന്ന് പറയുന്നതിൽ പങ്കെടുക്കാന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖാണ്. അള്ളാഹു ഖബൂലിയത്ത് കൂടെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അൽ ഹജ്ജു അശ്ഹുറു മഅലൂമാത്ത് അറിയാലോ. ഹജ്ജിന്റെ അറിയപ്പെട്ട മാസങ്ങളാണ് പരിശുദ്ധമായ ദുൽഖഅദ ഈ ഒരു മാസം. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് വേണമല്ലോ. സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സൗകര്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തൗഫീഖാണ്. ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉസ്താദുമാര് നിരന്തരം ദുആ ചെയ്യുന്നൊരു ദുആ, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആ ആവശ്യം തേടുന്നൊരു തേട്ടം, ആ ദുആയാണ് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത്, ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് ആത്മാർത്ഥമായിട്ട് ഖൽബിന്ന് വന്നാൽ അൽഹംദുലില്ലാഹ് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു നൽകും. പ്രത്യേകിച്ച് രാവ് പരിശുദ്ധമായ ഹജ്ജിന്റെ മാസമാണ്, തിങ്കളാഴ്ച രാവും കൂടെയാണ്. അപ്പം എൻ്റെ കൂടെ തെറ്റുകൂടാതെ ദുആ എല്ലാവരും പറയാം. അത് എനിക്ക് മാത്രം കിട്ടണമെന്നല്ല, എൻ്റെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങൾക്ക് എല്ലാം കിട്ടണമെന്നുള്ള നിയ്യത്ത്, അതാണ് ആ പ്രയോഗത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾക്ക് എന്നാ പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ദുആ ചൊല്ലിത്തരാം, എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ റസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ അസ്സിഹ്ഹതി വൽ ആഫിയതി യാ റബ്ബൽ ആലമീൻ. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. اللهم ارزقنا حج بيتك الحرم وزيارة نبينا نبي رحمة مصطفى محمد صلى الله عليه وسلم مع الصحة والعافية يا رب العالمين. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തുന്ന പരിശുദ്ധമായ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന തസ്ബീഹ് എന്നാണ് ആ തസ്ബീഹ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. ആ പരിശുദ്ധമായ തസ്ബീഹ് ഹജ്ജ് ഈ ലോകത്തിന് ഓർമ്മയായി പഠിപ്പിച്ച, ഹജ്ജിന് വേണ്ടി വാങ്ങുകൊടുത്ത ആളാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല. ഹജ്ജിന് വേണ്ടി മുഅ്മിനീങ്ങളെ വിളിച്ച, ഹജ്ജിന് വേണ്ടി വാങ്ങുകൊടുത്ത ആൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിറാജിന്റെ രാത്രി കണ്ടപ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ ഉമ്മത്തിന് ഈ സമ്മാനം കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരിശുദ്ധമായ തസ്ബീഹ് സമ്മാനം കൊടുക്കുന്നുണ്ട്. ആ തസ്ബീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സമ്മാനം തന്നു. എന്താ തസ്ബീഹിന്റെ പ്രത്യേകത? ആ തസ്ബീഹ് രാത്രിയിൽ
ഒരു വിശ്വാസിന് ആരും ആയിക്കോട്ടെ, ഏത് സമയമായിക്കോട്ടെ, ഖുർആൻ ഓതാൻ പറ്റാത്ത നേരം, അതൊന്നും വിഷയമല്ല. ആത്മാർത്ഥമായിട്ട് കിടക്കാൻ വിരിപ്പിലിരുന്നിട്ട് ഒരു വട്ടം പറഞ്ഞാൽ ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞത് പുണ്യ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബുകളിൽ കാണാം. അപ്പൊ ഹജ്ജിന്റെ കൂലി നമുക്ക് വാങ്ങിത്തരുന്ന പോരിശുള്ള തസ്ബീഹാണ്. അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചൊല്ലി പരിചയമുണ്ട്, നമുക്കറിയാം. എങ്കിലും ഇതിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ ഗൗരവം ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവേ, ഒരു വട്ടം ചൊല്ലിയാൽ ഒരു ഹജ്ജിന്റെ കൂലിയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് വട്ടം ചൊല്ലി എത്ര കൂലി ഉണ്ടാവും? ആ കൂലി കിട്ടണമെന്നൊരു നിയ്യത്ത് ഖൽബിലേക്കാണ്ട് ഉറക്കാം. എന്നിട്ട് എൻ്റെ കൂടെ എല്ലാവരും ചൊല്ല ആ പരിശുദ്ധമായ തസ്ബീഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സാധാരണ ചൊല്ലുന്ന പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഖഅദയാണല്ലോ, ഒരുപാട് കൂലി കിട്ടുമല്ലോ ഓരോ കർമ്മങ്ങൾക്കും. കഴിഞ്ഞ മാസം ചെയ്ത പോലെയല്ല, ശവ്വാലിൽ ചെയ്ത പോലെയല്ല, വല്ലാത്ത പോലീസിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാധാരണ നമ്മൾ ചൊല്ലുന്ന ദിക്ർ, ദുആ, പ്രത്യേകിച്ച് സ്വലാത്ത്. പരിശുദ്ധമായ തിങ്കളാഴ്ച രാവും കൂടെയാണല്ലോ, സ്വലാത്തിന് വലിയ പവറാണ്. അവർ നിയ്യത്തോടെ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കൂടെ എല്ലാറ്റിലും പങ്കാളിയാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, പറഞ്ഞു തന്നിട്ടുള്ള ഒരു അമൂല്യമായ ദിക്റാണ്. എന്താ അതിന്റെ പ്രതിഫലം എന്നറിയോ? അതിന്റെ പ്രതിഫലം, ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിന്റെ പിന്നാലെ പോകേണ്ടി വരില്ല, ദുനിയാവ് അവരുടെ പിന്നാലെ വരും. സമ്പത്തും സൗകര്യവും അവരെ തേടി, അവരെവിടെയുള്ളത് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അത്രയേറെ പോരിശയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു വെക്കത്രേ. നമ്മൾ സാധാരണ ഖബറിലേക്ക് തുറക്കണം, മരിച്ചുപോയവർക്ക് തുറന്നു കൊടുക്കണം സ്വർഗത്തിന്റെ കവാടം എന്ന് പറയും. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ അല്ലാഹു സ്വർഗത്തിന്റെ കവാടം തുറന്നു വെക്കും. അങ്ങനെ ഒരുപാട് എണ്ണി പറഞ്ഞാൽ പോരിശയുള്ള ഭയങ്കര പവർഫുൾ, നമ്മുടെ ഔലിയാക്കൾ, പൂർവികരായ സൂഫികൾ കൃത്യമായി ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ദിക്റാണ്. അത് ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ല, തെറ്റുകൂടാതെ ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പോരിശ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ. തഖബ്ബലല്ലാഹു, അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി രണ്ടും കൂടെയാണ്. ഒന്ന് തിന്മകൾ മാച്ചു കളയാൻ, രണ്ട് ഖൈറാത്തുകൾ കയറി വരാൻ വേണ്ടി. അതിനാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഖൽബിൽ വേദനയോടുകൂടെ ഇസ്തിഗ്ഫാറിന്റെ കൂടെ എല്ലാവരും പറയണം. ഒരു വേദന ഉണ്ടാകണം. അല്ലാഹുവേ, ചെയ്തു പോയി ഒരുപാട് അപരാധങ്ങൾ, മാപ്പാക്കണം റബ്ബേ എന്നുള്ള തേട്ടം കൂടെ ഖൽബിൽ വേണം. അപ്പൊ 100 മാർക്കായി. എല്ലാവരും എന്റെ കൂടെ പറയണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അൽഹംദുലില്ലാഹ്, തഖബ്ബലല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ, ഇബാദിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ, അതിനേക്കാൾ അഫ്ളലായ ദിക്ർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ, നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളലായ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ 7 ആകാശഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്ന്. അത്ര വലിയ വാക്കാണ്. ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കിടക്കുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലം അന്നഹു അഫ്ളല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله. 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 തഖബ്ബലല്ലാഹ്. അൽഹംദുലില്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗൽഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം. 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 യാദൽ ജലാലി വൽ ഇക്റാം.
يا ذا الجلال والإكرام يا ذا الجلال والإكرام. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തുൽ കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് ശിഖർ റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും. ഒരുപാട് ശർറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല. ശത്രുക്കൾ പരാജയപ്പെടും. വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. കഫാക റബ്ബുക കം യക്ഫീക വഖീഫതൻ കിഫ് കാഫുഹാ കകമി നിൻ കാന മിൻക ലീകാ തകുറു കറൻ കകരിൽ കരി ഫീ കബദി തഹ്കീമു സകസകതൻ كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا തഖബ്ബലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്തുൽ കഫാക്ക അല്ലാഹു വച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി.
തഖബ്ബലല്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ പ്രഗൽഭമായ 2 ഇസ്മുകൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്ർ പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി, നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ, ഒരുപാട് ബറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്ർ, ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ലാം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യു യാ ഖയ്യൂം برحمتك استغيث، يا حي يا قيوم برحمتك استغيث، يا حي يا قيوم برحمتك استغيث، يا حي يا قيوم برحمتك استغيث. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. تقبل الله. الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും. നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന്റെ തഹയ്യാത്തിൽ നമ്മൾ ഓതുന്ന സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഏതാ? ഒറ്റ
മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിന്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം. ഒരുപാട് പോരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് 10,000-കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം. അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. കൊച്ചു സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, 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 اللهم صل على النور واهلي، 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 اللهم صل على النور واهله. تقبل الله. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി ഈ പരിശുദ്ധമായ ഈ ദുൽഖഅദ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഹദ്ദാദ് തങ്ങൾ, കക്കടിപ്പുറം വലിയുള്ള അന്തറുപ്പാപ്പ, ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇമാം റാഫി തങ്ങൾ, അങ്ങനെ എമ്പാടും സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ വഫാത്തായ മാസമാണ്. അപ്പോൾ അവരെല്ലാം നമ്മൾ നിയ്യത്ത് ചെയ്യുക. നമ്മൾ ഈ ഫാത്തിഹ ഓതുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളെ കൂടെ ചേർക്കുക. ഇന്നു മുതൽ അങ്ങോട്ട് ചോദുക നമ്മുടെ ഫാത്തിഹ. ഇനിയുള്ള എല്ലാ രാവുകളിലും ഈ മാസം പ്രത്യേകം വഫാത്തായി പോയ മഹാന്മാരെ ചേർത്തിക്കൊണ്ട് നമ്മുടെ കാരണവന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാത്തിഹ ഓതുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും ഓതിയതും ചൊല്ലിയതുമെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ അതിൽ വന്ന പോരായ്മ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഈ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിന്റെ പരിശുദ്ധ രാവുകളിൽ ഞങ്ങളുടെ തേട്ടങ്ങളും ഞങ്ങളുടെ ദിക്ർ സ്വലാത്ത് മജ്ലിസുകളും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ തെറ്റുകളെ നാളെ ഖബറിലേക്ക് വിചാരണക്ക് വേണ്ടി നീ മാറ്റിവെക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് അപരാധങ്ങൾ ചെയ്തു പോയവരാണ്, തെറ്റുകുറ്റങ്ങളെമ്പാടും ചെയ്ത സാധുക്കളാണ് ഞങ്ങൾ. നിന്റെ അഫൂ ഞങ്ങൾക്ക് പ്രതീക്ഷയാണല്ലോ. ഞങ്ങൾക്ക് നീ അഫൂ നൽകണേ അല്ലാഹ്, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ പരിശുദ്ധമായി തിങ്കളാഴ്ച രാവിൽ ഈ ദുൽഖഅദ് മാസത്തിൽ എല്ലാ പോരിശയും നിങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങള് ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും റബ്ബേ നീ ഇജാബത്ത് തരണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. മരിച്ചുപോയി ഞങ്ങളുടെ കാരണവന്മാരും മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, മഹല്ലത്തുകാര് റബ്ബേ ഞങ്ങളെ സ്നേഹിച്ചവര്, ഞങ്ങൾ സ്നേഹിച്ചവര് അല്ലാഹുവേ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ വന്യരാണ് ഉസ്താദുമാര്, മശായിഖന്മാര്, എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ഖബറും നീ റാഹത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലാഹുവേ ഇന്ന് സുബഹിന് മുമ്പ് ഇന്നത്തെ രാവിൽ അല്ലെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് ഞങ്ങളും അതേപോലെ മരിച്ച് ഖബറിൽ പോകേണ്ടവരാണ്. അല്ലാഹുവേ ഞങ്ങളുടെയും ഖബർ സ്വർഗമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ മുഅ്മിനീങ്ങൾ മുഴുവനും ആവേശത്തോടെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി ഹറമയുടെ മണ്ണിലേക്ക് നിന്റെ അതിഥിയായി വരാൻ വേണ്ടി ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ അതിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ മുഹിബ്ബീങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹുവേ ക്ലാസിന്റെ ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ കുടുംബത്തിൽ എമ്പാടും മുഅ്മിനീങ്ങൾ ഉമ്മമാരുപ്പമാരുണ്ട്. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജ് ഉംറ സിയാറ അതിന് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.
യാത്രക്കൊരു തടസ്സവും കൊടുക്കല്ലേ അല്ലാ. അവിടെ ചെന്നിട്ട് ആദ്യമായി കഅബ കാണുമ്പോ എന്ത് ചെയ്താലും എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാ. അല്ലാഹുവേ, ആ നേരത്ത് ഖൽബ് തുറന്ന് ദുആ ചെയ്യാനും ദുആയിൽ സാധുക്കളായ ഞങ്ങളെ നാട്ടിലുള്ള മുല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ ഓർക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ കഴിവില്ലാത്തത് കൊണ്ട് റബ്ബേ, ശരീരത്തിന് അല്ലാഹുവേ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് മറ്റു പല പ്രതിസന്ധികളും ഉള്ളത് കൊണ്ട് റബ്ബേ അങ്ങോട്ട് വരാൻ പറ്റാതെ വിഷമിക്കുന്ന എമ്പാടും പേരുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ രാവിന്റെയും മാസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആ പുണ്യഭൂമിയിൽ ചെന്ന് കർമ്മങ്ങൾ ചെയ്യാൻ, ഹജ്ജ് ഉംറ സിയാറ ചെയ്യാ നീ ഭാഗ്യം തരണേ അല്ലാ. പടച്ചോരേ, എപ്പ മരിച്ചാലും ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ. സാധുക്കളായ ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങളോട് ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മനീങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ നടത്തി കൊടുക്കണേ, എല്ലാ മുറാദും ഹാസിലാക്കണേ അല്ലാ. കബൂലിയത്ത് നൽകണേ അല്ലാ. നാളെ സ്വർഗത്തിന്റെ കുടുംബക്കാരിൽ, അഹ്ലുകാരിൽ ഞങ്ങളെല്ലാവരെയും നീ ചേർക്കണേ റബ്ബേ. കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പുണ്യമാസത്തിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് സ്വാലിഹീങ്ങൾ, മഹത്തുക്കൾ, ആലിമീങ്ങൾ, അല്ലാഹുവേ സൂഫിയാക്കൾ, മഹത്വമുള്ള ആരിഫീങ്ങൾ, അവരുടെ ദറജ ഉയർത്തി കൊടുത്തു റബ്ബേ അവരോട് ഞങ്ങളെയും ചേർക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء المرسلين وآخر كلامي الحمد لله. السلام عليكم ورحمة الله وبركاته.